നമ്മളിന്ന് വൈപ്പിനിലുള്ള എല്ലാ രീതിയിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ശ്രീ ജോമോൻ ജോർജ് ടൈറ്റസ്. ജോമോൻ ചേട്ടാ, ജോമോൻ ചേട്ടന് കുറെ കഴിവുകളുണ്ടെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞ് നമുക്ക് അറിയാൻ പറ്റി. അപ്പൊ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ 1989 ജൂൺ 12 ഏത് ദിവസം എന്ന് പറയാൻ പറ്റുമോ? അന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയാണ്, ഉറപ്പാണ്? ഉറപ്പാണ്. കറക്റ്റാ, തിങ്കളാഴ്ച. അങ്ങനെയാണെങ്കിൽ 1997 20 മെയ് അതേത് ദിവസം? ചൊവ്വാഴ്ചയായിരുന്നു. ചൊവ്വാഴ്ചയായിരുന്നു. ഇത് കിട്ടോ? കിട്ടുന്നുണ്ട്. ചൊവ്വാഴ്ചയായിരുന്നു. അതും കറക്റ്റാ. അങ്ങനെയാണെങ്കിൽ 2001 മാർച്ച് 15 അന്ന് വ്യാഴാഴ്ചയായിരുന്നു. കറക്റ്റാ. 2006 ഏപ്രിൽ 19 2006 ഏപ്രിൽ 19 ബുധനാഴ്ചയായിരുന്നു. അതും കറക്റ്റാ. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. 25 ഡിസംബർ 2002 അന്ന് ബുധനാഴ്ചയായിരുന്നു. ജോമോനെ പറ്റി പറയാനാണ് കുറേ ഉണ്ട്. ജോമോൻ സ്കൂളിൻ്റെ ഓളിനോളാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കീകളും എല്ലാ അലമാര എവിടെ ഇരിക്കണം, ഓരോ സാധനങ്ങൾ എവിടെ ഇരിക്കണമെന്ന് ഇവിടെ ഉള്ള എല്ലാവരേക്കാളും കൂടുതൽ ജോമോനെ അറിയാം. അതുപോലെ തന്നെ ഓരോ ടീച്ചേഴ്സിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, സർവീസിൽ കയറിയത്, അതെല്ലാം ഓർത്ത് വെച്ചിട്ട് നമ്മളെപ്പോൾ വേണം ചോദിക്കുമ്പോൾ അത് തരും. അതായത് എനിക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ്, ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എഴുതണമെങ്കിൽ, മെയിൽ വിടാനൊക്കെ വേണമെങ്കിൽ സർവീസ് ബുക്ക് നോക്കണ്ട, ജോമോനോട് ചോദിച്ചാൽ മതി. അപ്പൊ ഏറ്റവും ആദ്യം ചേട്ടൻ ഇപ്പൊ ഇവിടെ സർവീസ് വന്നിട്ട് എത്ര വർഷം? 2 വർഷം. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 10 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞു. ഈ 10 വർഷത്തിനിടയിൽ ആദ്യം ചേട്ടൻ വരുമ്പോ ഇതായി പോണത് ആരാണ്? ടീച്ചറാണ്. ആദ്യം റിട്ടയർ ആയി പോയത് ഒരു സുജാത എന്ന് പറഞ്ഞ എച്ച്എംആറിന് ഏപ്രിൽ 30 2014 പുള്ളി റിട്ടയർ ആയത്. ഏപ്രിൽ 30 2014 ഇതായിപ്പോയി. അതിനുശേഷം ഇപ്പൊ ഈ 10 വർഷത്തിനിടയിൽ എത്ര ടീച്ചർമാർ ഇവിടെ നിന്ന് വിരമിച്ചു പോയിട്ടുണ്ട്? പറയട്ടെ. ഒന്ന് സുജാത ടീച്ചർ, പിന്നെ ഒരു അശോകൻ എന്ന് പറഞ്ഞ ഹിന്ദി മാഷ് 2017 മാർച്ച് 31 പോയിട്ടുണ്ട്. പിന്നെ 2018 മെയ് 31 ഒരു ഷീല ടീച്ചർ പോയിട്ടുണ്ട്. 2019 മാർച്ച് 31 ഒരു ആഗ്നസ് ടീച്ചർ പോയിട്ടുണ്ട്. 2019 ജൂൺ 30 ലിസി ആൻഡൻ ടീച്ചർ, ജൂൺ 30 ലിസി ആൻഡൻ ടീച്ചർ പോയിട്ടുണ്ട്. പിന്നെ 2022 സെപ്റ്റംബർ 30 ഫിലോമിന പിൻഹറോ എന്ന് പറഞ്ഞ പിയോൺ റിട്ടയർഡ് ആയിട്ടുണ്ട്. പിന്നെ 2023 മെയ് 31 ലിസി തോമസ് ടീച്ചർ റിട്ടയർഡ് ആയിട്ടുണ്ട്. ഇത്ര ടീച്ചർമാർ ഇവിടെ നിന്ന് റിട്ടയർഡ് ആയി പോയിട്ടുണ്ട്. നല്ല പൂന്തോട്ടമൊക്കെ ഇവിടെ ഉള്ളത് അതും ജോമോൻ്റെ വെള്ളമൊഴിച്ച് അത് ഭംഗിയാക്കി നിർത്തുന്നത് ജോമോൻ തന്നെയാണ്. ഞങ്ങളിടക്കൊന്ന് ചെല്ലുന്നല്ലാണ്ട് അത് മിക്കവാറും എല്ലാം ചെയ്യണത് ജോമോൻ തന്നെയാണ്. അപ്പോൾ SSLC ഒക്കെ പാസ്സാവുന്നത് എപ്പോഴാണ്? SSLC ഞാൻ ആദ്യം തോറ്റുപോയത് എന്താണ്, ഞാൻ TV മേടിച്ച് തന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ എഴുതാതിരുന്നു. പിന്നെ ഇത് കാക്കൊല പരീക്ഷയ്ക്ക് എഴുതിയതാണ്, അരക്കൊല പരീക്ഷയ്ക്ക് എഴുതിയതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതാതിരുന്നു. അങ്ങനെയാണ് ഞാൻ തോറ്റുപോയത്. എന്നിട്ട് പിന്നെ പിന്നെ ജോലി കിട്ടിയതിന് ശേഷം SSLC തുല്യത എഴുതി പാസ്സായി. +2 ഞാൻ തുല്യത എഴുതി പാസ്സായി. അതിനുശേഷം BSc എഴുതി. SSLC എഴുതി 2014, +2 എഴുതി 2015-17. അതിക്ക് മുമ്പ് ഞാൻ PSc എഴുതി. PSc 2007 ജൂലൈ 14 ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് എഴുതി. ജോലിക്ക് കയറുന്ന 2011 മാർച്ച് 15, അതൊരു ചൊവ്വാഴ്ച കയറുന്നു. തിരുവനന്തപുരത്ത്. അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഇത്ര സംഭവം ചേട്ടൻ പറഞ്ഞു, ഞാനൊരു വർഷം ചോദിക്കാം. ആ വർഷത്തിലെ ഒരു മാസത്തിലെ ഏതെങ്കിലും ഒരു ഞായറാഴ്ചയുടെ ഡേറ്റ് പറയണം. 2007 മാർച്ചില ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഡേറ്റ് പറയാമോ? മാർച്ച് 4 ഞായറാഴ്ചയായിരുന്നു, മാർച്ച് 11 ഞായറാഴ്ചയായിരുന്നു, മാർച്ച് 18 ഞായറാഴ്ചയായിരുന്നു, മാർച്ച് 25 ഞായറാഴ്ചയായിരുന്നു. അടിപൊളി. ഇതൊക്കെ എങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ ഓർത്തിരിക്കാൻ എന്തെങ്കിലും സൂത്രം ഉണ്ടോ? കലണ്ടറിലൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ മൊബൈലൊക്കെ ഞാൻ മൊബൈലിലൊക്കെ നോക്കാറുണ്ട്. ഞാൻ ഇപ്പൊ ഒരു വർഷത്തെ പത്രത്തിലേക്ക് മുടക്കടിക്കൂലേ, അത് ഞാൻ അപ്പം തന്നെ ഞാൻ കാണാപ്പാഠം പഠിച്ചു വെക്കും. പക്ഷെ എന്നാലും നമ്മളിപ്പോ 1989 എന്നൊക്കെ പറഞ്ഞ 10-30 വർഷത്തിന് മേളിലായി. 30 വർഷത്തിന് ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ട്. മൊബൈലിലൊക്കെ നോക്കാറുണ്ടേ.
ഇടക്കിടക്കെടുത്ത് ഓർമ്മിക്കും. ചേട്ടന് വേറെ എന്തൊക്കെ കാര്യങ്ങളാ പറയാൻ പറ്റുന്നത്? ഇപ്പൊ ഒരു കളിക്കാരന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാല് ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ പറ്റും? കുറച്ച് പറയാൻ പറ്റും. പിന്നെ അമേരിക്ക, കാനഡ ഓരോ രാജ്യത്തിലെ സമയങ്ങൾ പറയാൻ പറ്റും. ന്യൂസിലൻഡ് അങ്ങനെയൊക്കെ സമയം പറയാൻ പറ്റും. എന്നാ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ സമയം രാവിലെ 11:20. അമേരിക്കയിൽ ഇപ്പൊ എത്ര മണിയായിരുന്നു? അമേരിക്കയിൽ ചില സ്ഥലത്ത് 12:50, ചില സ്ഥലത്ത് 1:20 അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സമയങ്ങൾ. അമേരിക്കയിൽ പല സമയങ്ങളാണ്. അപ്പൊ കാനഡയിലാണെങ്കിലോ? കാനഡയിലും അങ്ങനെയൊക്കെ തന്നെ, അവിടെയും പല സമയങ്ങൾ തന്നെയാണ്. വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇപ്പൊ ചൈന അല്ലെങ്കിൽ ദുബായ്? ചൈനയിൽ ഇപ്പൊ എത്ര മണിയാണ്? ചൈനയിൽ ഇപ്പൊ 1:50. 1:50 കറക്റ്റ് ആണ്? ഉറപ്പാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദുബായിൽ ഇപ്പൊ 9:50. അവിടെ 1.5 മണിക്കൂർ കുറവാണ്. 1.5 മണിക്കൂർ കുറവാണ്. ചേട്ടൻ ഇതെല്ലാം പഠിച്ചെടുത്തത് വായനയിലൂടെയാണോ? എല്ലാം പഠിച്ചെടുക്കുന്നത് വായന, പിന്നെ ഫോണിലൊക്കെ നോക്കും, വേൾഡ് ക്ലോക്കൊക്കെ നോക്കും, പഠിക്കും. നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് ജോമോൻ ചേട്ടൻ. ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ നമ്മളുടെ ഇച്ഛാശക്തി മാത്രം മതിയെന്ന് ഊട്ടിയുറപ്പിക്കുന്ന മാതൃക.